السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. കാരുണ്യത്തോടെ വിനയത്തിൻ്റെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം പ്രാർത്ഥിക്കുക, എൻ്റെ റബ്ബേ, കുട്ടിക്കാലത്ത് അവരെന്നെ പോറ്റിയുളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സർവശക്തനായ ദൈവം തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മന്നം നൂറുൽ ഇസ്ലാം ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് UP സ്കൂളിൻ്റെ 47ാമത് വാർഷികാഘോഷ പരിപാടികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഈ പറവൂർ താലൂക്കിൽ വളരെ വ്യവസ്ഥാപിതമായി ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മൂല്യവത്തായ ഒരു വിദ്യാഭ്യാസം കാഴ്ചവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ വരും തലമുറയിൽ അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് അവരുടെ ധാർമ്മിക സദാചാര മൂല്യങ്ങളെ അവർക്ക് എല്ലാവിധത്തിലുമുള്ള ഉന്നതിയോടുകൂടിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 46 വർഷത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു വന്ന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരുന്ന പൂർവ്വഗാമികളുടെ അവരുടെ സ്വഭാവ രീതികളും അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഉത്തരവാദിത്തങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നതാണ്. ഈ വർഷത്തെ നമ്മുടെ വാർഷികം ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സ്പെക്ട്ര എന്ന ഒരു മൂല്യവത്തായ ഒരു തീം കാഴ്ചവെച്ചുകൊണ്ടാണ് നാം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ഒരുപാട് അതിഥികൾ സംസാരിക്കാനുണ്ട്. നാം എല്ലാവരും കൂട്ടായി വീണ്ടും ഈ സ്ഥാപനത്തിൻ്റെ ഈ പ്രദേശത്ത് ഉയർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം അത് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത് സംബന്ധമായ വിശദാംശങ്ങൾ ചെയർമാൻ്റെ ആമുഖത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ 47ാമത് വാർഷികാഘോഷ പരിപാടികളിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ ആ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ KK ഇബ്രാഹിം സാഹിബാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന ശൂറാംഗവും ജില്ലാ പ്രസിഡന്റും ബഹുഭാഷാ പണ്ഡിതനും പ്രഭാഷകനുമായ ബഹുമാന്യനായ ജമാൽ പാനായിക്കുളം അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാന്യയായ മണി ടീച്ചർ അവർകളാണ്. നമ്മുടെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബഹുമാന്യയായ ഷെറീന ജബ്ബാർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഈ പരിപാടിയിൽ സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമായ ഇസ്ലാമിയ കോളേജ് മണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാന്യനായ ES സബീർ ഖാനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാന്യനായ KA ഷഫ്രീൻ, മനം ഇസ്ലാമിയ കോളേജിൻ്റെ ഡയറക്ടർ KA കാസിം മൗലവി, ഈ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാൻ MU ഹാസിം എന്നിവരെ ഈ വേദിയിലേക്ക് ആദരവോടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രിൻസിപ്പൽ സനൂജ ടീച്ചർ ഈ വേദിയിലേക്ക് ഏറെ ആദരവോടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ആശംസ അർപ്പിക്കുകയും വിവിധ പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ബഹുമാന്യനായ AK അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഈ സ്ഥാപനത്തിൻ്റെ നൈസ് സെൻ്ററിൻ്റെ കോർഡിനേറ്ററും ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റുമായ A അനസ് മാഷ്, ജമാഅത്ത് ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് KK അബ്ദുൽ അസീസ് സാഹിബ്, മന്നം ഏരിയ പ്രസിഡന്റ് ബഹുമാന്യനായ PA ഷാജഹാൻ സാഹിബ്, വെളിയത്തിനാട് ഏരിയ പ്രസിഡന്റ് VVK സയ്യിദ് എന്നിവരെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം കൺവീനർ പറവൂർ ഏരിയ കൺവീനർ ഫാത്തിമ ടീച്ചർ, മന്നം ഏരിയ കൺവീനർ അൻസ സബിനി എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ച് പ്രസംഗിക്കുന്ന അലുമിനി പ്രസിഡന്റ് NA സിറാജുദ്ദീൻ, 6th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി സഹ്റാൻ, 5th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി റിഫ ഫാത്തിമ, സ്കൂൾ ലീഡർ ഇഹ്സാൻ നൗഫൽ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജലീൽ മാസ്റ്റർ, അതുപോലെ തന്നെ അബൂബക്കർ സാഹിബ്, KM ഹൈദ്രോസുട്ട് സാഹിബ്, AP അലി സാഹിബ് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാർക്ക് പ്രത്യേകം ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ സംഘാടനത്തിനു വേണ്ടി ദിവസങ്ങളായി ഇവിടെ മഹത്തായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ അധ്യാപകരെ വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ, PTA ഭാരവാഹികൾ, അലുമിനി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വകുപ്പ് കൺവീനർമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, ട്രസ്റ്റ് ഭാരവാഹികൾ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അയൽവാസികൾ, നമ്മുടെ ഈ നഗരിയിൽ എല്ലാവിധ അറേഞ്ച്മെൻറ്റും ചെയ്ത് കൊണ്ടിരിക്കുന്ന ജീവനക്കാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമ്മാനദാനം ഉൾപ്പെടെ EA സഫീനത്ത് എൻഡോമെൻ്റ് പുരസ്കാരം നൽകുന്ന അവാർഡ് നൽകുന്ന ബഹുമാന്യനായ AM അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. With pride today, in music world we find our way. हर दिल में उमंग जगाए, गीतों से संसार सजाए. Welcome all with hearts so free. Let's sing for love and victory. 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 മാന്യരായ ട്രസ്റ്റ് ഭാരവാഹികളെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്ഥാപനത്തിൻ്റെ ഈ വാർഷികം കൊണ്ടാടുന്നതിന് വേണ്ടി ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികമാരെ, പ്രവർത്തകരെ, നമ്മുടെ ഈ ഉദ്യമത്തെ എല്ലാ തലത്തിലും പടച്ചതമ്പുരാൻ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ വാർഷികം, ഈ സ്ഥാപനം 979 ഈ പ്രദേശത്ത് അന്ന് മുതൽ, അതിൻ്റെ 1-ാം വാർഷികം മുതൽ ഇന്നുവരെ ഇവിടെ നടക്കുന്ന ഈ സ്കൂളിൻ്റെ വാർഷികം ഈ നാട്ടിലെ 2 ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ്. ഒന്ന് മന്നം ക്ഷേത്രത്തിലെ പൂയം, അതുപോലെ രണ്ടാമത്തത് ഈ സ്കൂളിൻ്റെ വാർഷികം. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആകർഷണീയമായതും അതുപോലെ
പഠനാർഹമായ വിധത്തിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന പരിപാടികളോടുകൂടിയാണ് ഇവിടെ വാർഷികം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നേരത്തെ സ്വാഗത പ്രാസംഗികൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായ ഷാജഹാൻ സാഹിബ് വിവരിക്കുകയുണ്ടായിരുന്നു. എല്ലാ തലത്തിലും അറിവ് പകർന്നു നൽകുന്ന വിദ്യാഭ്യാസമാണ് എല്ലാ ഇടങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അനുഭവിക്കുന്നതും. എന്നാൽ അറിവിനോടൊപ്പം തിരിച്ചറിവ് കുട്ടികളുടെ പ്രായത്തിൻ്റെയും പക്വതയുടെയും അടിസ്ഥാനത്തിൽ നൽകുക എന്ന ഒരു ശ്രമവും കൂടി നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ആരംഭം മുതൽ നൽകിക്കൊണ്ടിരുന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്നും വിദ്യാഭ്യാസം ചെറിയ തലങ്ങളിൽ ഇപ്പോൾ യു പി ആകുന്നതിന് മുമ്പും യു പി സ്കൂളാകുന്നതിന് ആയ ശേഷവും ഇവിടുത്തെ പഠനം കഴിഞ്ഞ് പോയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങളും വാർത്തകളുമാണ് അറിയാനും കേൾക്കാനും കാണാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ നിന്നും 7ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേരുന്ന സ്കൂളുകളിൽ എവിടെയും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പറവൂർ, അതുപോലെ തന്നെ കരുമാല്ലൂർ, കാര്യറ തുടങ്ങിയുള്ള സ്കൂളുകളിൽ ചെന്നു ചേരുന്ന കുട്ടികളുടെ മികവ് നമ്മൾ എന്നും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്നും ആ നിലവാരം പുലർത്തണമെന്ന മനസ്സോടുകൂടി തീർച്ചയായിട്ടും വിവേകം വളരുന്ന പ്രായത്തിൽ നമ്മൾ വളർത്തിയെടുത്ത മക്കൾ നമ്മളെ വിട്ടു പോകുന്നത് കൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്ത് ആ മക്കളെ SSLC വരെ എങ്കിലും ഇവിടെ നിലനിർത്തി പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ വളർച്ചയെ ലാക്കാക്കിക്കൊണ്ട് തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വരുന്ന 26-27 വർഷങ്ങളിൽ 8ാം ക്ലാസ് ആരംഭിക്കണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി അതിനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സദുദ്യമങ്ങൾ എല്ലാ തലത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം മുഷിപ്പിക്കാതെ അത്യാവശ്യം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരാൻ പറ്റുന്ന പ്രാസംഗികർക്ക് വേണ്ടി ഞാൻ സമയം ലാഭിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഇതോട് നിർത്തുകയാണ്. വാഹുദമാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിൽജന്ന. വേദിയിലുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ട്രസ്റ്റ് ചെയർമാൻ ആദരണീയനായ KK ഇബ്രാഹിം സാഹിബ്, ജനപ്രതിനിധികളായ ശ്രീമതി മണി ടീച്ചർ, ഷെറീന ജബ്ബാർ, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്കൂളിൻ്റെ അധ്യാപക നേതൃത്വങ്ങൾ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ളവരെ, മന്നം ഇസ്ലാമിക് UP സ്കൂളിൻ്റെ 2026 ഈ ആനുവൽ ഡേ സ്പെക്ട്ര അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മന്നം ഇസ്ലാമിക് UP സ്കൂള് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളെ മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകി നല്ല മനുഷ്യരാക്കി വാർത്തെടുക്കുന്നതിൽ 46 വർഷങ്ങളായി സമൂഹത്തിൽ വലിയ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നമ്മുടെ ചുറ്റുപാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊരു കുറവുമില്ല. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പല കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെയാണ് ഈ സ്കൂളിനെ തേടി ഈ പരിസരത്തുള്ള നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി എത്തുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ എന്തോ ഒന്ന്, സവിശേഷമായ എന്തോ ഒന്ന് ഈ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം മാർക്കറ്റിന് എന്താണോ വേണ്ടത്, കമ്പോളത്തിന് വേണ്ടത് എന്താണോ അതിനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മാർക്കറ്റിൽ ഡിമാൻഡുള്ളത് ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ ഉണ്ടാക്കുക, മാർക്കറ്റിൽ ഡിമാൻഡുള്ളത് എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുക. ഇങ്ങനെ കമ്പോളത്തിൻ്റെ ആവശ്യമനുസരിച്ച്, മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളാണ് നാട്ടിൽ അധികവും എന്നിരിക്കെ അതിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തെയും മൂല്യങ്ങളെയും സമന്വയിപ്പിച്ച്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളും ധാർമ്മികതയും ദൈവബോധവും ഒക്കെ പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം. ഇത് അപൂർവമായി മാത്രം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒന്നാണ്. ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യ സ്നേഹമുള്ള, ദൈവബോധമുള്ള, പ്രപഞ്ചത്തോട് സ്നേഹമുള്ള, പ്രകൃതിയോട് സ്നേഹമുള്ള, മനുഷ്യൻ്റെ വേദനകളെ അറിയാൻ കഴിയുന്ന, മനുഷ്യൻ്റെ പ്രയാസങ്ങളെ തിരിച്ചറിയുന്ന, മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലമുറയാണ്. ഇവിടെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ ഇവിടെ പാരായണം ചെയ്ത വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ പരിപാടി തുടങ്ങിയത് തന്നെ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി വിശുദ്ധ ഖുർആനിൽ ഒരു വചനം പാരായണം ചെയ്തുകൊണ്ടാണ്. ആ വചനം ഈ ഇരിക്കുന്ന കുട്ടികളോട്, നമ്മളോട് എല്ലാവരോടുമായിട്ട് വളരെ മൂല്യവത്തായ ഒരു സന്ദേശം നൽകുന്ന ഒരു വചനമായിരുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രമൊക്കെ നന്നായി പഠിക്കണം എന്നതല്ല പറഞ്ഞത്. ആ വചനത്തിലൂടെ അതിൻ്റെ അർത്ഥവും ഇവിടെ വായിച്ചതാണ്. മനുഷ്യൻ അവന് ദൈവം കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവാചകൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കടപ്പാടുള്ള അവൻ്റെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളോട് ഏറ്റവും ശരിയായ നിലയിൽ, മാന്യമായി, കാരുണ്യത്തോടു കൂടി വർത്തിക്കണം എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമാണ് ഒരു സ്കൂൾ ആനിവേഴ്സറിയുടെ ആരംഭമായി പാരായണം ചെയ്യപ്പെടുന്നത് എന്നത് തന്നെ ഈ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണ്, എങ്ങനെ അവരോട് പെരുമാറണം, ഇതൊക്കെ ഒരുപാട് പറയേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. മാതാപിതാക്കളെക്കാളും തന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെക്കാളുമൊക്കെ അകലങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു മാത്രം പരിചയമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ഫാനുകളായി മാറിയ ഒരു തലമുറയാണ് ഈ സദസ്സിലും ഉണ്ടാവുക. ഒരുപക്ഷെ വാപ്പയുടെ സഹോദരൻ്റെ പേരോ നമ്മുടെ കസിൻ്റെ സെക്കൻഡ് കസിൻ്റെ പേരോ ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വ്ളോഗറുടെ, യൂട്യൂബറുടെ, ഒരു സെലിബ്രിറ്റിയുടെ നിരന്തരം സ്റ്റേജ് ഷോകൾ നടത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയും, അയാളുടെ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് പറയും, അയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് പറയും. ഈ അർത്ഥത്തിൽ ഒരു പാരാ സോഷ്യൽ റിലേഷൻഷിപ്പ്, അകന്നു നിൽക്കുന്ന ഏതോ ഒരു വ്യക്തിയെ
തൻ്റെ വളരെ പ്രിയപ്പെട്ട ആളായി തോന്നുക. അയാളും ഈ കുട്ടിയും തമ്മിലൊരു ബന്ധവുമില്ലെങ്കിലും, ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിലും അവർ ജീവിതത്തിൻ്റെ വലിയ അസറ്റായി തോന്നുക, അവർ തൻ്റെ എല്ലാമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പാരാ സോഷ്യൽ റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഉള്ള ഒരു കാലത്താണ്. അതിനൊക്കെ അപ്പുറം തൻ്റെ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ തലച്ചോറിനോട് മാത്രം, ബുദ്ധിയോട് മാത്രം സംവദിക്കേണ്ട ഒന്നല്ല. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി വിദ്യ ഇല്ലാതെ പോവുകയും അഭ്യാസം മാത്രം അറിയുന്നവരുമായ ഒരു കൂട്ടര് സൃഷ്ടിക്കപ്പെടും. വിവേകമില്ലാത്ത, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു തലമുറ കേവലം തലച്ചോറിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന അക്കങ്ങളും അക്ഷരങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണെങ്കിൽ അതിലൂടെ അങ്ങനെയുള്ള ഒരു ജനറേഷൻ ആയിരിക്കും സൃഷ്ടിക്കപ്പെടുക. നേരെ മറിച്ച് വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലയിലുമുള്ള വളർച്ചയാണ് സാധിച്ചെടുക്കേണ്ടത് എന്നത് ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന വലിയൊരു ലക്ഷ്യമാണ്. ഈ സ്ഥാപനത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ചില മൂല്യങ്ങൾ കുട്ടികളിൽ ഈ സ്ഥാപനം വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചു. ഈ സ്ഥാപനത്തിൽ നിന്ന് പാസ് ഔട്ടായി വിവിധ പരിസര പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ആ സ്ഥാപനങ്ങളിൽ ഒരുപാട് വലിയ അഭിപ്രായം സൃഷ്ടിക്കുന്നു. മന്നം യു പി സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പരിസരത്തെ കരിമ്പാടം ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലെ ഹൈസ്കൂളുകളിൽ ഇവിടെ നിന്ന് പോകുന്ന മക്കൾ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്ന് പഠിച്ചു പോയ മിടുക്കരായ വിദ്യാർത്ഥിനികൾ അവരെവിടെയാണോ പിന്നെ പഠിക്കാൻ പോയിട്ടുള്ളത് ആ സ്കൂളുകളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ, ഏറ്റവും മാന്യരായ വിദ്യാർത്ഥികൾ, ഏറ്റവും നന്നായി പഠിക്കുന്ന എക്സലന്റ് വിദ്യാർത്ഥികളായിരുന്നു. സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും പഠന നിലവാരം കൊണ്ടും എന്നൊക്കെ ഉള്ളത് വലിയ അഭിമാനകരമായ സംഗതിയാണ്. അതിൻ്റെ പിന്തുടർച്ചയാകാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സ്കൂളിലെ നിലവിലെ വിദ്യാർത്ഥികൾക്കും കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരു സ്ഥാപനത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയാത്തൊരു ഫിൽറ്റർ യഥാർത്ഥത്തിൽ വെച്ചുപിടിപ്പിക്കപ്പെടും. ഒരു ഇൻവിസിബിൾ ഫിൽറ്റർ. നമുക്ക് തൊട്ട് നോക്കാനോ കണ്ണുകൊണ്ട് കണ്ട് അറിയാനോ കഴിയാത്ത ഒരു ഫിൽറ്റർ തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ അളവിൽ പ്രാമുഖ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ആ വിദ്യാഭ്യാസ പ്രക്രിയ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയാത്തൊരു ഫിൽറ്റർ ഉണ്ടാകും. ആ ഫിൽറ്ററും വെച്ചുപിടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും എന്താണ് കാണേണ്ടത്, എന്താണ് കാണാൻ പാടില്ലാത്തത്, ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത്, ആരോടാണ് സഹവസിക്കാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടുള്ളത്, എന്താണ് പറയാൻ പാടില്ലാത്തത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ബന്ധങ്ങൾ, എന്താണ് ശരിയല്ലാത്ത ബന്ധങ്ങൾ, ഇതിനെയൊക്കെ കൃത്യമായി ഫിൽറ്റർ ചെയ്ത് അകത്തേക്കെടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം ഈ സ്ഥാപനം തീർച്ചയായും ഈ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടാകും. ഇതാണ് ഇത്തരം മന്നം സ്കൂളിനെ പോലെയുള്ള മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കുക, ഒരുപാട് അക്ഷരങ്ങൾ അറിയുന്ന, അക്കങ്ങൾ അറിയുന്ന, കാൽക്കുലസിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന, സാക്ഷരതയുള്ള കുറേ രാക്ഷസന്മാരുണ്ടാകും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ്, നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള എന്നാൽ വിവേകമില്ലാത്ത, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത, സഹജീവിയെ തിരിച്ചറിയാൻ കഴിയാത്ത എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് ധാരാളമായി സമൂഹത്തിൽ പെരുകി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടു കാണും, നമ്മുടെ കേരളത്തിൽ +2 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മക്കൾ സഹപാഠി അല്ലെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥിയെ മൃഗീയമായി ആക്രമിക്കുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു. ഇതൊന്നും രണ്ടുമല്ല, ഒരുപാട് കേസുകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. മൂല്യത്തിൻ്റെ അഭാവത്തിൽ അക്കങ്ങളും അക്ഷരങ്ങളും മാത്രം കാണാതെ പഠിക്കുന്ന, മാർക്ക് നേടുക എന്നത് മാത്രം ലക്ഷ്യമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ ഇങ്ങനെയുള്ള രാക്ഷസന്മാര്, സാക്ഷരതയുണ്ടാവും പക്ഷേ രാക്ഷസീയത കയ്യിലുണ്ടാകും, വിവരമുണ്ടാകും പക്ഷെ അവിവേകമായിരിക്കും കയ്യിലുണ്ടാവുക.
ഇങ്ങനെയുള്ള ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനപ്പുറം മനോഹരമായ മൂല്യങ്ങളുള്ള ഒരു തലമുറ ഇവിടെ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കേറെ അഭിമാനകരമായിട്ടുള്ളത്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൽ കൂടി, വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടി പോലും പല മനുഷ്യപ്പറ്റില്ലാത്തതും അവിവേകങ്ങളും ലിബറൽ വാദങ്ങളും ഉദാരവാദങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത്തരത്തിൽ മനുഷ്യനൊട്ടും യോജിക്കാത്ത, മൂല്യമുള്ള ഒരാൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കി കളയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള അപകടം പിടിച്ച ഉദാരവാദങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ പോലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൽ നിന്നൊക്കെ കൃത്യമായി മാറി നിൽക്കാൻ കഴിയുന്ന, കാരണം ഈ കുട്ടികൾ പഠിക്കുന്നത്, ഈ സ്ഥാപനത്തിന്റെ ബേസ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ വായിക്കുന്നത് ബിസ്മി റബ്ബിക്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായന തുടങ്ങുന്ന, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വിദ്യാഭ്യാസം തുടങ്ങുന്ന, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടികളെ ഒരു പറ്റത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും, ഏത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ മോശപ്പെട്ട ചുറ്റുപാടുകളിൽ ചെന്നാലും ഇവിടെ നിന്ന് വെച്ച് പിടിപ്പിക്കപ്പെട്ട ഫിൽറ്ററിലൂടെ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ, ഫിൽറ്റർ ചെയ്തെടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ വിദ്യാർത്ഥികളിൽ ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം അവരുടെ ആത്മാവിനെ വഞ്ചിക്കാത്ത, അവരുടെ ആത്മാവിനെ വിറ്റുകളയാത്ത ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് കൂടിയാണ്. അബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകന് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ ഒരുപാട് മനോഹരമായ കുറെ വരികളുണ്ട്. അതിലൊരു വരി ഇങ്ങനെയാണ്: എൻ്റെ മകനെ നിങ്ങൾ പഠിപ്പിക്കണം. ടീച്ച് ഹിം ടു സെൽ ഹിസ് ടാലൻസ് ആൻഡ് ബ്രെയിൻസ് ടു ദ ഹയസ്റ്റ് ബിഡർ. അവൻ്റെ ടാലൻസും അവൻ്റെ കഴിവുകളുമൊക്കെ അവൻ്റെ ബ്രെയിനുമൊക്കെ ഏറ്റവും വില കിട്ടുന്നിടത്ത്, ഏറ്റവും നല്ല ലേലക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ അവനെ പഠിപ്പിക്കണം. ബട്ട് നെവർ ടു പുട്ട് എ പ്രൈസ് ടാഗ് ഓൺ ഹിസ് ഹാർട്ട് ആൻഡ് സോൾ. പക്ഷെ ഒരിക്കലും അവൻ്റെ ആത്മാവിനും അവൻ്റെ ഹൃദയത്തിനും പ്രൈസ് ടാഗ് ഒട്ടിക്കാൻ അവനെ പഠിപ്പിക്കരുത് എന്ന് അവൻ്റെ ടീച്ചർക്ക് അബ്രഹാം ലിങ്കൺ കത്തെഴുതുകയാണ്. അവൻ്റെ കഴിവുകൾ അവൻ മാർക്കറ്റിൽ വിറ്റുകൊള്ളട്ടെ, അവൻ്റെ കഴിവുകൾ അവൻ സമൂഹത്തിൽ അവൻ വിറ്റുകൊള്ളട്ടെ, പക്ഷേ അവൻ്റെ ആത്മാവിന് വിലയിടുന്ന സന്ദർഭങ്ങൾ വന്നാൽ അവിടെ നോ പറയാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം അവന് കൊടുക്കണമെന്ന് അവൻ്റെ അധ്യാപകരോട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആത്മാവിനെ വഞ്ചിക്കാതിരിക്കാൻ കഴിയുന്ന ഒന്ന് ഇപ്പം അടുത്ത് നമ്മൾ കണ്ടതാണ്. മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്ന, മൈക്രോസോഫ്റ്റ് നിങ്ങൾക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നായിരിക്കും. മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇബ്തിഹാൽ അബു സഅദ്. അവിടെ നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷേ ഈ മൈക്രോസോഫ്റ്റ് ആണ് ഫലസ്തീനിനെ ആക്രമിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിന് വേണ്ടി AI സാങ്കേതിക വിദ്യ വിതരണം ചെയ്യുന്നത്. ഇതിൽ അവിടെ ജോലി ചെയ്യുന്ന ഇബ്തിഹാൽ അബു സഅദിന്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുകയും മൈക്രോസോഫ്റ്റിന്റെ 50-ാം വാർഷികം നടക്കുന്ന വേളയിൽ മൈക്രോസോഫ്റ്റിന്റെ എല്ലാ നേതാക്കളും ഇരിക്കുന്ന ആ സദസ്സിൽ ഇബ്തിഹാൽ അബു സഅദ് എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഷെയ്ം ഓൺ യു, മൈക്രോസോഫ്റ്റിന് നിങ്ങൾക്ക് മഹാമാനക്കേടാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി സാങ്കേതിക വിദ്യ കൊടുക്കുന്ന നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൈശാചികതയാണ്, ശരിയല്ല. അവർക്കറിയാം അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഡോളർ ശമ്പളം ലഭിക്കുന്ന ജോലിയാണ്. പക്ഷെ അബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ കുറിച്ച് സ്വപ്നം കണ്ടതുപോലെ ആത്മാവിനും ഹൃദയത്തിനും പ്രൈസ് ടാഗ് ഒട്ടിക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു അവര്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ വഞ്ചിക്കുന്ന ഒരിടത്തും, ആത്മാവിനെ വഞ്ചിക്കേണ്ടി വരുന്ന ഒരിടത്തും തൻ്റെ കാല് പതിയില്ല, താൻ ഉണ്ടാകില്ല എന്ന ബോധ്യം അവരിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിരിച്ചറിവാണിത്. എവിടെ നിന്നാലും, എവിടെ ജോലി ചെയ്താലും, എവിടെ നമ്മൾ വർദ്ധിച്ചാലും അവിടെയൊന്നും സമൂഹത്തെ വഞ്ചിക്കുന്ന, മനുഷ്യപ്പറ്റില്ലാത്ത, നമ്മുടെ ആത്മാവിനെ തന്നെ വഞ്ചിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല എന്നതും നമുക്കുണ്ടാകേണ്ട ഒരു ഉത്തമ ബോധ്യമാണ്. ഈ സ്ഥാപനം ഇത്തരം ഒരുപാട് മനുഷ്യപ്പറ്റുള്ള, ധാർമ്മികതയുള്ള,
മാനവികതയുള്ള ഒരുപാട് മൂല്യങ്ങൾ, മനുഷ്യരെ പരസ്പരം അറിയാൻ, ധ്രുവീകരണവും മനുഷ്യപ്പറ്റില്ലായ്മയും മനുഷ്യർ തമ്മിൽ സംഘർഷവും ഒക്കെ പെരുകിയ ഒരു കാലത്ത് ഇതൊന്നുമില്ലാതെ മനോഹരമായ ഒരു രാജ്യവും ദേശവും മാനവികതയും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാൻ ദൈവം തമ്പുരാൻ ഈ സ്ഥാപനത്തെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന, അത് കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025-26 കാലയളവിലെ ഇസ്ലാമിക് യു പി സ്കൂളിന്റെ പ്രവർത്തന റിപ്പോർട്ട്. മന്നം നൂറുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 1979 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിന്റെ പിന്നിലെ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി സർക്കാർ അംഗീകാരമുള്ള യു പി സ്കൂളായി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. ഉന്നത നിലവാരമുള്ള മൂല്യാധിഷ്ഠിത ഭൗതിക വിദ്യാഭ്യാസം സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ നൽകണമെന്ന ആഗ്രഹമാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുള്ളത്. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി തലത്തിൽ 111 കുട്ടികളും 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിൽ 272 കുട്ടികളുമായി 400ഓളം കുട്ടികൾ പഠിക്കുന്നു. പ്രീ പ്രൈമറി തലം മുതൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകി വരുന്നതിനാൽ സന്മാർഗ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിസ്വാർത്ഥതയോടെ മുഴുവൻ സമയം സേവനം നടത്തുന്ന അധ്യാപകരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും നിതാന്ത ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതിന്റെ പ്രവർത്തന മികവ്. പഠന പ്രവർത്തനങ്ങൾ. ജൂൺ 2 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവേശനോത്സവവും ജൂൺ 10 ഫ്ലൈഹയുടെ പ്രവേശനോത്സവവും വളരെ ഗംഭീരമായി നടത്തി. കുട്ടികളുടെ കലാപരിപാടികളും മധുരവിതരണവും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് മാനേജ്മെന്റും സ്കൂൾ വിദ്യാഭ്യാസ സമിതിയും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു. അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആധുനിക ബോധന രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ക്ലാസ് ഇൻസ്പെക്ഷനും കൂടാതെ BRC നടത്തിവരുന്ന അധ്യാപക പരിശീലനങ്ങളും പങ്കെടുക്കുന്നു. എല്ലാ മാസങ്ങളിലും AI ട്രെയിനിങ്ങും ജൂലൈ മാസത്തിൽ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേറ്റർ ആൻഡ് റിസർച്ച് ഇൻ സ്കൂൾ മെന്റൽ ഹെൽത്ത് ഫെസിലിറ്ററായ സുഹൈൽ ബാബുവിന്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിനായി ഒരു ഏകദിന വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. കുട്ടികളുടെ പഠന പുരോഗതി രക്ഷിതാക്കളുമായി പങ്കുവെക്കുന്നതിനും പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമായി ഓരോ പരീക്ഷകളുടെയും ഇടവേളകളിൽ ക്ലാസ് PTA വിളിച്ചു ചേർക്കുന്നുണ്ട്. മാത്രമല്ല രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസുകളും നടത്തിവരുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പോരായ്മകൾ പരിഹരിച്ച് പഠന നിലവാരവും ഗുണനിലവാരവും ഉയർത്തുവാൻ പ്രത്യേക റെമഡിയൽ ക്ലാസുകളും നടത്തിവരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് ഭാഷാ പരിശീലന പദ്ധതിയും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന രീതിയിലുള്ള അബാക്കസ് പരിശീലനവും ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി ആർജിക്കുന്നതിന് വേണ്ടി 3 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി കരാട്ടെ പരിശീലന പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നൽകിയ സഹായങ്ങൾക്ക് ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് വിദ്യാഭ്യാസ സമിതിയോടും PTA ഭാരവാഹികളോടും ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. ദിനാചരണങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ മേക്കിംഗ്, സ്പീച്ച് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികളായവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ജൂൺ 19 മുതൽ ജൂൺ 25 വരെ നടന്ന ലോക വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ നടത്തുകയും വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. ഓരോ ക്ലാസ്സിലും ക്ലാസ് കോർണർ ലൈബ്രറി എന്ന കൺസെപ്റ്റ് നടപ്പിലാക്കുകയും ചെയ്തു. റമദാനുമായി ബന്ധപ്പെട്ട് സ്കോർ ഷീറ്റ് നൽകുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ടെക്നോളജിയുടെ അമിത ഉപയോഗം മൂലം വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വായന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവധിക്കാലത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് നൽകി അതിന്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. സ്കൂൾ തലത്തിൽ ഖുർആൻ ഫെസ്റ്റ് നടത്തുകയും ഹിഫ്ള്, തിലാവത്ത്, കാലിഗ്രഫി, ക്വിസ് എന്നീ മത്സരങ്ങൾ നടത്തുകയും അതിൽ നിന്നും വിജയികളായ കുട്ടികളെ ക്ലസ്റ്റർ ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനം ലഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ദേശഭക്തി ഗാനം, ഫ്ലാഗ് മേക്കിംഗ് മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബഷീർ ദിനം, മൂൺ ഡേ, ഹിരോഷിമ ദിനം, ലോക പ്രകൃതി സംരക്ഷണ ദിനം, ശിശുദിനം, ദേശീയ ഹിന്ദി ദിനം, റൈനി ഡേ, ഫ്രൂട്ട്സ് ഡേ, കളേഴ്സ് ഡേ എന്നീ സമുചിതമായി ആഘോഷിച്ചു. ആന്റി ഡ്രഗ് ഡേയുമായി ബന്ധപ്പെട്ട് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഭാഷാ നൈപുണ്യത്തിന് വികസനത്തിന്റെ ഭാഗമായി അറബിക്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള വാക്കുകൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും കുട്ടികളുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ GK ക്വസ്റ്റ്യൻസ് നൽകുകയും ഓരോ ടേമിലും എക്സാം സംഘടിപ്പിക്കുകയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു.
ഗുരുമുഖത്തു നിന്നും പുസ്തകങ്ങളിൽ നിന്നും മാത്രം വിജ്ഞാനം സമ്പാദനം നടത്തിയ തലമുറകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആൽഫ ജനറേഷനിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. AI കോഴ്സിന്റെ ഭാഗമായി സ്കൂൾ തല കോമ്പറ്റീഷൻ നടത്തുകയും അതിൽ നിന്നും വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ ജൂലൈയിൽ ഇലക്ഷൻ സംഘടിപ്പിക്കുകയും കുട്ടികളുടെയും അധ്യാപകരുടെയും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ ലീഡറായി ഇർസ നൌഫലിനെയും അസിസ്റ്റന്റ് ലീഡറായി തൻഹ ഫാത്തിമിനെയും മലവാടി കോർഡിനേറ്ററായി സഹറാൻ ഫൈറൂസിനെയും അസിസ്റ്റന്റ് കോർഡിനേറ്ററായി ഫാത്തിമ സത്താറിനെയും തിരഞ്ഞെടുത്തു. വിദ്യ സമ്പാദിക്കുക എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുട്ടികളെ സമൂഹത്തിന് വേണ്ടി കടമ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് 3 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ പറവൂർ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും കുട്ടികൾ പൊതിച്ചോറ് വിതരണം നടത്തുകയും ചെയ്തു. ഈ യജ്ഞത്തിനായി നമ്മളോട് സഹകരിച്ച നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളുടെ മാതാപിതാക്കളോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിർധന രോഗികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ മാധ്യമം ഹെൽത്ത് കെയർ പദ്ധതിയാണ് സ്വാതനം. ഇതിലേക്കായി 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ 81,143 രൂപ സമാഹരിക്കുകയും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM ഷഫ്രിൻ മാധ്യമ പ്രതിനിധികൾക്ക് കൈമാറുകയും ചെയ്തു. മാധ്യമ വെളിച്ചം പദ്ധതിയുടെ ഉദ്ഘാടനം സ്പോൺസറായ ആദിൽ ഷാ മന്നം വെജിറ്റബിൾസ് നിർവഹിച്ചു. അന്നു മുതൽ ഇന്ന് വരെ വീടുകളിൽ പത്രവായനക്ക് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് മുടങ്ങാതെ പത്രം കൊടുത്തു വിടുന്നുണ്ട്. നിങ്ങളുടെ മഹാമനസ്സിനെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഒക്ടോബർ മാസത്തിൽ റാലിയും മാർച്ച് പാസ്റ്റും സംഘടിപ്പിച്ചു. സെപ്റ്റംബർ മാസത്തിൽ 3 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി സിൽവർ സ്റ്റോമിലേക്കും ഫ്ലൈ ഹൈ സ്റ്റാൻഡേർഡ് 1 and 2 ക്ലാസ്സിലെ കുട്ടികൾക്കായി മറൈൻ വേൾഡ് ചാവക്കാടിലേക്കും വിനോദയാത്ര സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശരിയായ ദന്തശുചിത്വ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അനന്ത് മുസ്കാൻ പദ്ധതിയുടെ അമൃത സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ചീഫ് ഡെന്റിസ്റ്റ് സയന്റിസ്റ്റ് ആയ ഡോക്ടർ അരുൺ ഉദ്ഘാടനം ചെയ്തു. ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തിന്റെ ഭാഗമായി IRWന്റെ ആഭിമുഖ്യത്തിൽ MEO ഹാഷിം സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. കലാകായിക മത്സരങ്ങൾ, സ്കോളർഷിപ്പുകൾ. സ്കൂൾ തല കലാമത്സരങ്ങൾ 4 വേദികളിലായി സെപ്റ്റംബറിൽ നടത്തി. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാപ്പളപ്പാട്ട് ഗായകനുമായ വാഹിദ് റഹീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നൈസർഗിക കഴിവുകൾ മാറ്റുരച്ച മത്സരങ്ങളായിരുന്നു വേദിയിൽ അരങ്ങേറിയത്. മത്സരികളായ വിജയികൾക്ക് കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു. സ്കൂൾ തല കായിക മത്സരങ്ങൾ 4 കാറ്റഗറിയിലായി 17 സ്പോർട്സ് ഇനങ്ങളിൽ മത്സരം നടത്തി. നമ്മുടെ ടർഫിൽ വെച്ച് വളരെ ഗംഭീരമായിട്ടാണ് പരിപാടികൾ നടത്തിയത്. വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്ത ഒരു ഘടകമാണ് ഉപജില്ലാ കലോത്സവങ്ങൾ. നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾ നേടി വരാറുള്ള അറബി കലോത്സവ ട്രോഫികൾ ഈ വർഷവും നമ്മൾ തന്നെ കരസ്ഥമാക്കി. അറബി കലോത്സവത്തിൽ LP UP വിഭാഗത്തിൽ നിന്നും 22 കുട്ടികൾ പങ്കെടുത്തു. അറബി കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 45 പോയിന്റും നേടി ഓവറോൾ ട്രോഫിയും UP വിഭാഗത്തിൽ 65 പോയിന്റും നേടി ഓവറോൾ ട്രോഫിയും കരസ്ഥമാക്കി. വർക്ക് എക്സ്പീരിയൻസ് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുകയും 14 A ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. പറവൂർ ഉപജില്ലാ ജനറൽ കലോത്സവം LP UP കാറ്റഗറിയിൽ നിന്നായി 22 A ഗ്രേഡ് കരസ്ഥമാക്കി മികച്ച വിജയം കൈവരിച്ചു. നവംബറിൽ നടന്ന എറണാകുളം ജില്ലാ റവന്യൂ കലോത്സവത്തിൽ പങ്കെടുത്ത് ഉറുദു ഗ്രൂപ്പ് സോങ്, അറബി ഗ്രൂപ്പ് സോങ്, ജനറൽ പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങൾക്ക് A ഗ്രേഡ് കരസ്ഥമാക്കി. കലോത്സവമായി കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത ഓരോ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പറവൂർ ഉപജില്ലാ മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ മാത്സ് ക്വിസ് എന്നിവയിൽ പങ്കെടുത്ത് അബ്ദുൽ ഹാദി 1ാം സ്ഥാനവും IT ഫയർ മുഹമ്മദ് റൈഹാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആലുവ ദാറുസലാം സ്കൂളിൽ വിദ്യാ കൗൺസിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫസ്റ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും സമ്മാനം ലഭിക്കുകയും ചെയ്തു. അൽഹുദ പാനായി സ്കൂളിൽ വെച്ച് നടന്ന കിഡ്സ് സ്പോർട്സ് പങ്കെടുത്ത് കാറ്റഗറി 1-ൽ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി. മാത്രമല്ല അലിഫ് അറബ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ LP വിഭാഗത്തിൽ നിന്നും ഹയാം ഫൈസൽ 1ാം സ്ഥാനവും UP വിഭാഗത്തിൽ നിന്നും അസ്ന M അഷ്റഫ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പറവൂർ ഉപജില്ലാ മത്സരത്തിൽ വിദ്യാരംഗം പരിപാടിയിൽ മോണോ ആക്ട് മത്സരത്തിൽ തൻഹ ഫാത്തിമ 1ാം സ്ഥാനം നേടി. വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേയുമായി ബന്ധപ്പെട്ട് സ്കൂൾ തല കോമ്പറ്റീഷൻ നടത്തുകയും അതിൽ നിന്ന് വിജയികളായ കുട്ടികളെ പറവൂർ ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും ഹയാം ഫൈസൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു.
നമ്മുടെ വിദ്യാലയം ലക്ഷ്യമാക്കിയിട്ടുള്ളത് കേവലം ഒരു സിലബസിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല, ഓരോ വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക എന്നത് കൂടിയാണ്. കേരള ഗവൺമെന്റിന്റെ US പരീക്ഷയിൽ ഹനാൻ ഫാത്തിമ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. പ്രീ പ്രൈമറി കുട്ടികൾ PCM സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും 10 കുട്ടികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി വിദ്യാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലീപ് ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ 80 കുട്ടികൾ പങ്കെടുക്കുകയും അബ്ദുൽ ഹാദി 7th സ്റ്റാൻഡേർഡ്, സുമയ്യ 3rd സ്റ്റാൻഡേർഡ് എന്നിവർക്ക് സ്റ്റേറ്റ് ലെവൽ ടോപ്പർ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ബാക്കി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡലുകളും ട്രോഫികളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. മലവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. മാത്രമല്ല, മഴവില്ല് മലർവാടി ചിത്രരചനാ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും നമ്മുടെ സ്കൂളിൽ നിന്നും 5 കുട്ടികൾക്ക് ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടുവാൻ സാധിക്കുകയും ചെയ്തു. വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകമാണ് PTA. കാലോചിത മാറ്റമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മാറ്റങ്ങളും നമ്മുടെ ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ മാതാക്കൾക്കായി മദേഴ്സ് ഡേ സെപ്റ്റംബറിൽ സമുചിതമായി കൊണ്ടാടി. മഹാരാജാസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റീം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ദിനം മാതാക്കൾക്കായി വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങൾ കൊണ്ടും വർണ്ണാഭമാക്കി. ഈ ഒരു സുവർണ അധ്യായനം നമ്മുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ സഹായിച്ച PTA കമ്മിറ്റി അംഗങ്ങൾക്ക് ഒത്തിരി നന്ദി. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ പുലർത്തുന്ന ട്രസ്റ്റ് ഫ്ലൈ ഹൈ മുതൽ സ്റ്റാൻഡേർഡ് 7 വരെയുള്ള ക്ലാസ്സിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ആക്കുകയും AI ലാബ്, ലൈബ്രറി, സയൻസ് ലാബ്, സ്മാർട്ട് ക്ലാസ് റൂം എന്നിവ നവീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, അടുത്ത അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ് ആരംഭിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കെട്ടിട നിർമ്മാണ പണികൾ ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല, സ്റ്റാൻഡേർഡ് 1 and 2 CBSE കരിക്കുലം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നാം കാത്തിരുന്ന സ്പോർട്സ് ടർഫിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. ടർഫിന്റെ ഉദ്ഘാടനം പ്രശസ്ത പാരാസിമ്മറും ബ്ലോഗറുമായ ആസിം വെളിമണ്ണ നിർവഹിച്ചു. ഈ ടർഫിന്റെ പണി പൂർത്തീകരിക്കാൻ സഹായിച്ച ഓരോ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വളർച്ചയുടെ പ്രധാന ഘട്ടമായ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നൈപുണ്യവും അനുഭവ പരിചയവും ഒപ്പം പെരുമാറ്റ മര്യാദകളും പ്രാർത്ഥനവും സഹിതമുള്ള ഒരു കൂട്ടം അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുള്ള പാഠ്യപദ്ധതിയാണ് ഫ്ലൈ ഹൈ. 2025-26 അധ്യയന വർഷം ഫ്ലൈ 1 1, ഫ്ലൈ 2 2, ഫ്ലൈ 3 3 എന്നീ ബാച്ചുകളാണ് ഉള്ളത്. തികച്ചും ശിശു കേന്ദ്രീകൃതമായ ഈ പാഠ്യപദ്ധതിയിൽ ജനറൽ സബ്ജക്റ്റുകൾക്ക് പുറമെ ഖുർആൻ, അറബിക്, ഇസ്ലാമിക് എന്നിവ ഉൾപ്പെടുന്നു. ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നീ വിഷയങ്ങൾക്ക് വായനക്ക് വളരെയധികം പ്രാധാന്യം നൽകി വരുന്ന പാഠ്യപദ്ധതിയാണിത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അക്കാദമിക യോഗ്യതയും പ്രാഗൽഭ്യവും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കുട്ടികളുടെ അക്കാദമിക് നിലവാരവും ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നൂറുൽ ഇസ്ലാം ട്രസ്റ്റ് ഹയർ സെക്കൻഡറി തലം വരെയുള്ള ചുവടുവെക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റ് ഭാരവാഹികൾ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിന്റെ സർവോത്തമമായ പുരോഗതിക്കായി ബഹുമാനപ്പെട്ട രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഭാവിയിലും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ NIT ചെയർമാനും കൂടിയായ ശ്രീ KK ഇബ്രാഹിം സാർ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച JH എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജമാൽ പാനാൽക്കുളം, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ സനൂജ ടീച്ചർ, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് സാബു സുഹാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിറ്റാറ്റുകര ഷെറീന ജബാർ, ഇസ്ലാമിയ കോളേജ് മന്നം ശ്രീ TS സബീർ ഖാൻ, അഡ്മിനിസ്ട്രേറ്റർ KM ഷഫ്രീൻ, ഡയറക്ടർ ഇസ്ലാമിയ കോളേജ് മന്നം KA ഹാസിം മൗലവി, വൈസ് ചെയർമാൻ MU ഹാഷിം, 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ സഹ്റാൻ ഫൈറൂസ്, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ A അനസ്, വെളിയത്തുനാട് ഏരിയ പ്രസിഡന്റ് VVK സയ്യിദ്, 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിഫ ഫാത്തിമ, മന്നം ഏരിയ പ്രസിഡന്റ് ശ്രീ PA ഷാജഹാൻ അവർ, JIH പറവൂർ കൺവീനർ ഫാത്തിമ ടീച്ചർ, അൻസ സബിനി ടീച്ചർ,
സാഹിദ കൺവീനർ, PTA പ്രസിഡന്റ് ശ്രീ റമീസ് ബിൻ ജമാൽ, പ്രസിഡന്റ് അലുമിനി NA സിറാജുദ്ദീൻ, സ്കൂൾ ലീഡർ ശ്രീ ഇഖ്സാൻ നൗഫൽ, പ്രസിഡന്റ് JIH പറവൂർ KK അബ്ദുൽ അസീസ് അവർ, മാനേജർ AK അബ്ദുൽ ഖാദർ മാസ്റ്റർ. ഇതിലെല്ലാം ഉപരി നമ്മുടെ ഇവിടെ പ്രാർത്ഥനയും ആദ്യ വാചകവും ചൊല്ലിയ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, വേദിയിലും സദസ്സിലുമുള്ള കുഞ്ഞുമക്കളെ, അമ്മമാരെ, പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നോട് ശരിക്കും ഞങ്ങളുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ടീച്ചർ പോണം, ഒരു ചെറിയ ആശംസാ പ്രസംഗം നടത്തണം, എനിക്ക് പോകാൻ പറ്റില്ല. ഇതാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ എന്നോട് പറഞ്ഞത് മുഖ്യപ്രഭാഷണമാണ്. അപ്പോൾ മുഖ്യപ്രഭാഷണത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ജമാൽ പാനായിക്കുളം ഒരു കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞവരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാനപ്പോൾ ഓർക്കാണ്, മുഖ്യപ്രഭാഷണത്തിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാറിവിടെ എല്ലാ പ്രസംഗങ്ങളും നടത്തിയത്. എന്നാലും എൻ്റെ ചെറിയ 2 വാക്കുകളെ ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ടീച്ചർ കുറേ കാര്യങ്ങൾ പറയണ്ടായി. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മാതൃകാപരമായ ഒരു സ്കൂളാണെന്നാണ്. അത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളിലുള്ള അച്ചടക്കം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സാധാരണ ഞാൻ മിക്കവാറും ഈ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ 10 കുട്ടികൾ അന്നേരത്ത് സദസ്സിലുണ്ടാകുള്ളൂ. പക്ഷെ 10 പേരും കൂടി കിടന്ന് ബഹളം വയ്ക്കുന്ന ഒരു രംഗമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അധ്യാപകരെല്ലാവരും തന്നെ അതിൻ്റെ ഏറ്റവും വേദിയിലും ഉണ്ടാവും, സദസ്സിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നത് ആ സമയത്താണോ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ നിശബ്ദമായ ഒരു സദസ്സും അതോടൊപ്പം തന്നെ വേദി പിന്നെ അങ്ങനെ ആയിരിക്കുമല്ല, വേദിയിലും സദസ്സിലും എല്ലാം വളരെ നിശബ്ദമായി ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെയും അമ്മമാരെയും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീച്ചർ പറയേണ്ടായി, വളരെ കലാകായിക രംഗങ്ങളിലും മറ്റ് രംഗങ്ങളിലും എല്ലാം തന്നെ സമർത്ഥരാണ്. അതോടൊപ്പം തന്നെ ഈ 7ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഈ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിൽ 7ാം ക്ലാസ്സിൽ വെച്ചല്ല നമ്മൾ അവരുടെ മൂല്യനിർണ്ണയം ശരിയായ രീതിയിൽ നടത്തുന്നത്. 55 വർഷത്തോളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരധ്യാപികയാണ് ഞാൻ. അപ്പോൾ നിങ്ങളെങ്ങനെ ചോദിക്കാം, 55 വർഷം എങ്ങനെ പഠിപ്പിക്കണേ, 30 33 വർഷമൊക്കെ അല്ലേ സർവീസ് കിട്ടുള്ളൂ. ഞാനൊരു ട്യൂഷൻ അധ്യാപിക കൂടിയാണ്. ഈ ഏരിയയിൽ കരിമ്പാട സ്കൂളിൽ പഠിക്കുന്ന അനേകം കുട്ടികളെ ഞാൻ പഠിപ്പിക്കാറുണ്ട് ഓരോ വർഷവും. ഈ ഏരിയ മാത്രമല്ല കേട്ടോ, എല്ലാ ഏരിയകളിൽ നിന്നും. പക്ഷേ എനിക്ക് എന്തോ ഈ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇപ്പം ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് റിട്ടയർ ചെയ്ത് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും രാഷ്ട്രീയത്തെക്കാൾ ഉപരി എനിക്കിഷ്ടം കൊച്ചു മക്കളെയാണ്. അതും പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ ഉള്ള പിള്ളേരെ. നമുക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ വാർത്തെടുക്കാൻ കഴിയുന്നത് ഇപ്പം ഈ സ്കൂളിലെ ഇതേപോലെയുള്ള സ്കൂളിലെ സാർമാർക്കാണ് കഴിയണം. നമ്മൾ കേട്ടിട്ടില്ലേ ഒരു വാക്യം, മാതാ പിതാ ഗുരു ദൈവം. മാതാവ്, പിതാവ്, ഗുരു, ഇവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. ഞാൻ അതിലുപരി നിങ്ങളോട് പറയുകയാണ്, മാതാവും പിതാവും ഗുരുവും ദൈവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ അയൽവകത്തുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും നിങ്ങളെക്കാൾ മൂത്തവരും നിങ്ങളെക്കാൾ ചെറിയവരും എല്ലാവരോടും നിങ്ങൾ സ്നേഹമായിട്ട് പെരുമാറണം. ഈ നല്ല ശിക്ഷണം അത് ഒരു സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി മാറണം. അപ്പോൾ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക്
മീഡിയകളിലൂടെയുമായിട്ട് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള രംഗങ്ങളൊന്നുമല്ല, അത് നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന പ്രിൻസിപ്പലിനും അതുപോലെ ഒപ്പം തന്നെ ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റിക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ പരിസരങ്ങളിലുള്ള കുട്ടികൾ ഈ ഓരോ ഹൈസ്കൂളിലേക്കും എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അങ്ങനെ കയറി പോകുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ് അവിടെ 1ാം സ്ഥാനവും 2ഓ 3ഓ 10ഓ ഒക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അതിൽ അഭിമാനം കൊള്ളുന്നത് ഇവിടുത്തെ അധ്യാപകരായിരിക്കും. ഈ അധ്യാപകർ പറയണത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഒരു റാങ്ക് കിട്ടിയ ഒരു കുട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലകളിൽ നല്ല ഒരു പ്രോത്സാഹനം കിട്ടത്തക്ക വിധത്തിൽ രംഗത്ത് എത്തിച്ചേർന്ന കുട്ടികളോട് കുട്ടി അങ്ങനെയാണെന്ന് പേപ്പറിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ഞാനടക്കം ഈ അധ്യാപകർ പറയും എൻ്റെ കുട്ടിയാണ് അത്. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ ഒരു പക്ഷെ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എൻ്റെ കുട്ടിക്കാണ് ആ ഫസ്റ്റ് കിട്ടിയേക്കണത്, എൻ്റെ കുട്ടിയാണ് അവിടെ പോയിട്ട് ഏറ്റവും മികച്ച സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും കിട്ടിയതെന്ന് അധ്യാപകർ വളരെ അഭിമാനത്തോടു കൂടി പറയും. അത് നമ്മൾ ഓർക്കണം. മക്കളെ ഓർക്കണം. കുഞ്ഞുമക്കളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സമൂഹത്തിൽ വഴിതെറ്റിപ്പോകുന്നവരുടെ കൂടെ ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം ഒരു ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതിൻ്റേതായ പ്രത്യേകത എനിക്ക് തോന്നി. അപ്പോൾ ഒരു രംഗവും വിടാതെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. എനിക്ക് വളരെയധികം ജോലി കുറച്ച് തന്നു. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാം. സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ പ്രവർത്തിക്കണത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ കനിവ് എന്നും പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ 10 വർഷം മുമ്പ് ഞാൻ മിക്കവാറും അവിടെ ഉണ്ടാകുന്ന ആഘോഷങ്ങളിലെല്ലാം തന്നെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എൻ്റെ കുട്ടികളുണ്ട് അവിടെ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, എൻ്റെ മക്കളെല്ലട്ടാ, എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്ന എൻ്റെ വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ട്. ഇപ്പോഴും ഞാൻ അവരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ അവരൊക്കെ എത്ര നല്ല പ്രകൃതത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ചിലരുടെ സംസാര രീതികളും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും തോന്നും സമൂഹത്തിൽ. അപ്പം നല്ല കുട്ടികളായി വളരുക. നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പഠിച്ച് വളരണം, വലുതാകണം, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഒരു മനുഷ്യനാകണം. അതിലാണ് നമ്മുടെ അധ്യാപകരും ഏറ്റവും കൂടുതൽ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്. ഒരു മനുഷ്യ സ്നേഹിയായി വളരണം. ആ മനുഷ്യ സ്നേഹി എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കി കുഞ്ഞുമക്കളെ മുന്നോട്ട് നയിച്ചാൽ ആ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം നിങ്ങൾ അവരുടെ അടുത്താണ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കൊച്ചുമക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കാലത്ത് ഒരു 10 മണിയാവുമ്പോഴേക്കും, എന്തായാലും 9 മണി ആവുമ്പോഴേക്കും നിങ്ങൾ സ്കൂളിലെത്തി. ഈ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ചിലപ്പോൾ 5 മണിയൊക്കെ ആറാവുമ്പോഴാണ്. അപ്പോൾ എത്ര മണിക്കൂറാണ് ഇവരുടെ കൂടെ നിങ്ങൾ കഴിയണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി പ്രാർത്ഥിച്ച് അത് ആഹാരം കഴിച്ച് പഠിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ അത്രയധികം വലിയ അടുപ്പമല്ല ഉണ്ടാവണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. നിങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവങ്ങളാണ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്. അവർ പറയും ഒരിക്കലും ഒരു കുട്ടിയോടും ഒരധ്യാപകനും അധ്യാപികയും ചീത്ത രീതിയിൽ ആ കുട്ടി പോകാനായിട്ട് അനുവദിക്കില്ല. അവരുടെ മനസ്സനുവദിക്കില്ല. അതാണ് അധ്യാപകർ എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത. പിന്നെ മാതാപിതാക്കളുടെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പിന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. അവർക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടണില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന പ്രത്യേകത. അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു ഹൈസ്കൂളായി മാറുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാവി ഹൈസ്കൂളാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. നല്ല കുട്ടികൾ ഇവിടെ വളർന്നു വരട്ടെ, വളർന്ന് ഉന്നത തലങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. ടീച്ചർ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ എന്നെ ഇവിടെ ഒരു പകരക്കാരിയായാണ് ഞാൻ വന്നതെങ്കിലും
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് വരാവുന്നതാണ്. അപ്പോൾ എന്നെ ഈ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ ഉയർച്ചയിൽ ഞാൻ അഭിമാനിക്കുമെന്നും ഇതിനു വേണ്ട എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാം ചെയ്യുമെന്നും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ ഇബ്രാഹിം സാർ, ഉദ്ഘാടനം ചെയ്ത എറണാകുളം ജമാഅത്ത് ഇസ്ലാമി ജമാൽ സാർ, മുഖ്യ പ്രഭാഷക മണി ടീച്ചർ, മാനേജർ അബ്ദുൽ ഖാദർ മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ ഷിഹാബ് സാർ, സ്കൂൾ പ്രിൻസിപ്പൽ സനൂജ ടീച്ചർ, വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ നാട്ടുകാരെ, പ്രിയ കുട്ടികളെ, നമസ്കാരം. ഇന്ന് ഇസ്ലാമിക് സ്കൂളിൻ്റെ 47ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് സ്കൂളിലെ ഇസ്ലാമിക് സ്കൂളിലെ ആനിവേഴ്സറി എന്നറിയുമ്പോൾ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും കുട്ടികൾക്കും അവരുടെ ഉള്ളിൽ ഒരു പെരുന്നാൾ വരുന്ന ഫീലിംഗ് ആണ്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അറിവിൻ്റെയും ഈമാൻ്റെയും വെളിച്ചം പകർന്നുകൊണ്ട് ഭാവി തലമുറയെ നല്ല രീതിയിൽ നയിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം 9ാം വാർഡിൻ്റെ ഒരു അഭിമാനമാണ്. അറിവിൻ്റെയും മൂല്യങ്ങളുടെയും വെളിച്ചം പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നു. എന്നെ ഇതിലോട്ട് ക്ഷണിച്ച, ആശംസകൾ പറയാനായിട്ട് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. And on the stage. Next, flight 2A, Aizal Saluddin. Requesting the audience to please give a huge round of applause. Next, flight 3A, Dua Layal. Requesting the students to give a clap. Next, flight 3B, Sumaya Batul A. Please give a good clap, boys. Next, flight 3C, Farah Mariam N.I. Next, standard 1, Shahul Hamid MS, 1A Shahul Hamid. One B Siham VS. Two A Ajwa Fatima CA. Two B Farzana KR. Fatima KM. Haiza Fatima Mrim from 4A. Rinza Fatima from 4B. Bleach out. Bleach out. Hana Fatima CS from 5th channel. Asna M. Ashraf from class 6. Manha K from class 7.
you so much, sir. Congratulations to all the achievers. Now, thank you so much, sir. الحمد لله الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد أيها الحفل الكريم والمعلمون الأعزاء وأصدقائي الطلاب والآباء الأعزاء السلام عليكم ورحمة الله وبركاته. يسعدني جدا أن أقف أمامكم في هذا اليوم الجميل يوم عيد مدرستنا. أهنئكم جميعا بمناسبة العيد السنوي للمدرسة. نشكر معلمينا على جهودهم الكبيرة في تعليمنا وتوجيهنا. أتمنى لمدرستنا مستقبلا مشرقا ومليئا بنجاح. لا أعتزم إطالة الكلام عليكم وأنتم تترقبون الاستماع بإبداعات أطفالنا. أتمنى لهم كل التوفيق في تقديم فكراتهم بأفضل صورة ولكم مشاهدة ممتعة ومميزة. واختتم كلامي هذا واخر دعوانا أن الحمد لله رب العالمين. شكرا لكم جميعا وبارك الله فيكم. السلام عليكم ورحمة الله وبركاته. അടുത്തതായി ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇസ്ലാമിക് സ്കൂളിന്റെ പ്രിയ വിദ്യാർത്ഥി റിഫ ഫാത്തിമ. Bismillahirrahmanirrahim. Respected chief guests, dear teachers, beloved parents, and my dear friends. Assalamu alaikum wa rahmatullahi wa barakatuh. All praises are due to Allah, the most merciful, who has blessed us to gather here on this joyful occasion of 46th annual day celebration of Islamic UP School. Today is a very special day for all of us. 46 years of our school's journey. It's not just a number, but a symbol of dedication, discipline, and success. Our school has always guided us not only in studies, but also in good characters, values, and faith. On behalf of all students, I respectfully felicitate our honorable chief guest, respected management, and our beloved headmaster and our dedicated teachers. Your guidance and support inspire us to dream big and work hard. I conclude my words with a heartfelt for the continued success of Islamic UP School. Jazakallah khairan. Assalamu alaikum wa rahmatullahi wa barakatuh. ഔദുബില്ലാഹിമിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയ അധ്യാപകർ, രക്ഷിതാക്കൾ, അതിലുപരി എൻ്റെ പ്രിയ മക്കളെ, എല്ലാവർക്കും അല്ലാഹുവിൻ്റെ സമാധാനവും രക്ഷയും വർഷിക്കുമാറാകട്ടെ. സംസാരത്തിന് സ്കോപ്പുള്ളൊരു വേദിയല്ല എന്ന് കുറച്ചൊരു ബോധ്യം എനിക്കുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവരൊക്കെ ഈ സ്റ്റേജിൽ കയറിയെന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ. പക്ഷേ വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളിവിടെ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിക്ക് പിന്നിലും അല്ലെങ്കിൽ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരാളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ സംസാരം എന്തുവന്നാലും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ടുള്ള പോക്കിനത് ഉപകാരപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് PTA എല്ലാ ഭാരവാഹികളുടെയും പേരിൽ കൃത്യമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ നേതൃത്വങ്ങളെ, അധ്യാപകരെ, പ്രിൻസിപ്പൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു കുട്ടികൾ, രക്ഷകർത്താക്കൾ, എല്ലാവരും, ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നിങ്ങളിലേവരിലും വർഷിക്കുമാറാകട്ടെ. ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇത്. അക്രിമുന്നാസ യുക്രിക്കുമുള്ള ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇവിടെ കൂടിയിട്ടുള്ള ഞാനുൾപ്പെടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള സന്ദേശം ഇത് മാത്രമാണ്.
മറ്റുള്ളവരെ അംഗീകരിക്കുക, മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ ധാർമ്മിക നൈതിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി മാറാനും കഴിയും. ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസം, അനുബന്ധ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ കേട്ടെടുത്തോളം സ്വയം അംഗീകരിക്കാനും അതിലൂടെ മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരാൽ നാം അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനും ഉതകുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ്. ആ ക്രമം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, അച്ചടക്കമുള്ള കുട്ടികളായി വളരുവാൻ, അങ്ങനെ വളർത്തുവാനും ഒക്കെ ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥൻ ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഇത്തരത്തിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതും അതുപോലെ തന്നെ നാളത്തെ ഉത്തമ പൗരന്മാരാക്കി വളർത്താൻ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങളെ വീടിനും നാടിനും കൊള്ളാവുന്ന മക്കളാക്കി വളർത്താൻ സഹായിക്കട്ടെ എന്ന് ഈ സ്കൂളിലെ ഓരോ അംഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. All praise is to Allah. I thank Him for giving us this beautiful day. I send peace and blessings upon our beloved Prophet Muhammad sallallahu alaihi wasallam. Respected guests, teachers, parents, and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. It is my pleasure to felicitate our 46th annual day celebration. I sincerely thank our teachers for their dedication and our parents for their support. I also congratulate my dear friends for their efforts and achievements. May Allah bless our school with success and guide on all the right path. Thank you. Jazakumullah khair. Assalamu alaikum wa rahmatullahi wa barakatuh. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പൊന്നുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്കൂളിൻ്റെയും നാടിൻ്റെയും ഉത്സവമായ ഈ വാർഷികാഘോഷത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു റഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, മന്ദം ഇസ്ലാമിക് യു പി സ്കൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്കൂൾ വാർഷികാഘോഷം എന്ന് നമുക്കറിയാം. ഏതായാലും എല്ലാ രക്ഷിതാക്കളും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇതിന് ശേഷം നടക്കാനിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്തമായ അവരുടെ ആവിഷ്കാരങ്ങളും പരിപാടികളുമാണ്. തീർച്ചയായും നമ്മുടെ സ്കൂളിൻ്റെ വ്യതിരിക്തത നിങ്ങൾക്കേവർക്കും അറിയാം. ആ അർത്ഥത്തിൽ സമൂഹത്തിലേക്ക് വലിയ മൂല്യബോധമുള്ള, മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് തീർച്ചയായും ഇനി വരാനിരിക്കുന്നത്. ആ പരിപാടികൾ അവതരിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഊഷ്മളമായ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലിരിക്കുന്ന ബഹുമാനരായ നേതാക്കളെ, ഏറെ പ്രിയം നിറഞ്ഞ രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഈ ആനുവൽ ഡേയെ ഏറെ സന്തോഷകരമാക്കുന്നത് നമ്മുടെ പല കുട്ടികളും, നമുക്കറിയാം 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പലരുടെയും ആദ്യ സ്റ്റേജായിരിക്കും. നാളെയുടെ കാലത്ത് ഈ സമൂഹത്തെ നയിക്കേണ്ട, വ്യത്യസ്ത മേഖലകളിലേക്ക് കഴിവുകൾ പ്രസരിപ്പിക്കേണ്ട പല കൊച്ചു മിടുക്കരുടെയും ആദ്യത്തെ ഒരു വേദി എന്ന അർത്ഥത്തിൽ ഇത് വളരെ ധന്യമായൊരു വേദിയാണ്.
രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഇസ്ലാമിക് സ്കൂളിലെ ആനിവേഴ്സറി എന്ന് പറയുന്നത് കേവലമായ ആസ്വാദനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു ആനുവൽ ഡേ അല്ല, മറിച്ച് ഇവിടുത്തെ ഓരോ വർഷത്തെയും പ്രോഗ്രാമുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ആ പ്രോഗ്രാമുകൾ നമ്മോട് സംവദിക്കുന്ന ചില തീമുകളുണ്ട്, ചില മെസ്സേജുകളുണ്ട്, ചില പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്ത് ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യത്തിനെതിരെ പോരാടുന്ന ഗസയിലെ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആനുവൽ ഡേ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ ആനുവൽ ഡേ വളരെ മനോഹരമായൊരു തീമിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ഉദ്ഘാടന സംസാരത്തിലും ഒക്കെ സൂചിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് കഴിഞ്ഞ 46 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ടീം വർക്കാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റും വളരെ കമ്മിറ്റഡായ ടീച്ചേഴ്സും ഇവിടുത്തെ PTA-യും ഇവിടുത്തെ രക്ഷകർത്താക്കളും കുട്ടികളൊക്കെ ചേർന്നിട്ടുള്ള വളരെ മനോഹരമായൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അത് വളരെ മനോഹരമായ ചില ആശയങ്ങൾ മനുഷ്യ സമൂഹത്തിന് അത് പകർന്നു നൽകുന്നുണ്ട്. അതിനെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും മുഴുവൻ ആളുകൾ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചത് NIT ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ KK ഇബ്രാഹിം സാഹിബാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ വാക്കുകളിലൂടെ ഈ സ്കൂളിൻ്റെ ആശയങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ച നമ്മുടെ ഉദ്ഘാടകൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളത്തിന് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത മണി ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വളരെ മനോഹരമായി സംസാരിച്ചു, അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ഷെറീന ജബ്ബാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ സമ്മാനദാനം നിർവഹിച്ച ഇസ്ലാമിക് കോളേജ് പ്രിൻസിപ്പൽ TS സബീർ ഖാന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ഏരിയ ഭാരവാഹികൾ, PTA പ്രസിഡന്റ് റമീസ് ബിൻ ജമാൽ, അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ വ്യത്യസ്ത ഭാരവാഹികൾ, സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂൾ പ്രിൻസിപ്പൽ സനൂജ മിസ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ ആളുകൾക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആദ്യാവസാനം ഈ പരിപാടിയിൽ സഹകരിച്ച പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മനോഹരമായ സർവശക്തനായ അള്ളാഹുവിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.